ഇറാനുമേൽ ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം നടത്തിയിട്ട് അവിടുന്ന് പിന്മാറുക എന്നതാണ് ഇപ്പോ ട്രംപ് നോക്കുന്ന ഒരു പോംവഴി എന്നുള്ളതാണ്. അതായത് ഇറാന് മേലെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തി ആയത്തുള്ള അലി ഖൊമൈനിനെ കൊന്നുകളഞ്ഞു. അതേപോലെ തന്നെ പല ആൾക്കാരെയും വധിച്ചു. അതേപോലെ തന്നെ ഇറാന് മേലെ അതിശക്തമായിട്ടുള്ള ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ വീർപ്പ് മുട്ടിച്ചു. ഇറാന്റെ മിസൈൽ ശേഖരം ഇല്ലാതാക്കി. അതേപോലെ തന്നെ ഇറാന്റെ ഡ്രോൺ ശേഖരം ഇല്ലാതാക്കി. യുറേനിയൻ സമ്പുഷ്ടീകരണത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇതെല്ലാം ചെയ്തിട്ടും ഇറാന് അമേരിക്കക്ക് ഇറാനിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു വിക്ടറി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും സുഹൃത്തുക്കളെ? എങ്ങനെ ശരിയാകും? അപ്പോ ആദ്യം പറഞ്ഞ കുറച്ച് പോയിന്റ് ഉണ്ടല്ലോ, ആയത്തുള്ള അലി ഖൊമൈനിനെ കൊന്നു, അതേപോലെ തന്നെ ഇറാനിലെ കുറച്ച് നേതാക്കന്മാരെ കൊന്നു. ഈ പരിപാടി മാത്രമാണ് യഥാർത്ഥത്തില് ഈ അമേരിക്കക്ക് ഇറാന് മേലെ ചെയ്യാനായിരിക്കുന്നേ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് മാത്രമല്ല, അത്രയും കാലം വളരെ ഫ്രജൈലായിരുന്ന, അതേപോലെ തന്നെ വളരെ ലോ ആയിട്ടുള്ള പുവർ പൊസിഷനിൽ നിന്നിരുന്ന ഇറാന് ഈ ഒരു ആക്രമണത്തോടു കൂടെ സംഭവിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് ആ റീജിയനിലെ പ്രബലമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് മാറി എന്നുള്ളതാണ്. മാത്രമല്ല, സൗദി അറേബ്യ അടക്കം ഇറാനുമായിട്ട് പലതരത്തിലുള്ള കരാറിലേക്ക് പോകുന്ന ലെവലിലേക്ക് വരെ എത്തി. വേൾഡ് വാർ 2 ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഈ അതിർത്തി തർക്കവും, അതേപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ മിലിറ്ററി മറ്റൊരു രാജ്യത്തിന് മേലെ പ്രവർത്തിക്കല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓസ്ലോ കരാറാണെന്ന് തോന്നുന്നു. അപ്പോ ഓസ്ലോ അല്ല, ഒരു കരാർ ഉണ്ടായിരുന്നു, പേര് കിട്ടുന്നില്ല. അപ്പൊ അതുപോലത്തെ ഒരു കരാറിലേക്ക് സൗദി അറേബ്യ ഇറാനും പോയി. അപ്പൊ സംഭവിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആയത്തുള്ള അലി ഖൊമൈനി അതേപോലെ തന്നെ ഇറാനിലെ കുറച്ച് നേതാക്കന്മാരെ കൊന്നതോട് കൂടെ ഇറാന് അത്രയും കാലം ഇല്ലാത്ത രീതിയിലുള്ള അക്സെപ്റ്റൻസ് കിട്ടി. ഇറാൻ ആ റീജിയനിലെ ഒരു പവർ ആയിട്ട് മാറി. ഹോർമൂസ് എന്ന് പറയുന്ന ഒരു ചോക്കിംഗ് പോയിന്റ് ഇറാന്റെ കയ്യിലേക്ക് വന്നു. അത്രയും കാലം ഇന്റർനാഷണൽ വാട്ടർ ആയിരുന്ന ആ ഒരു സ്ഥലം ഇറാന്റെ സ്വന്തം ഭൂമി പോലെയായി മാറി. അതിലൂടെ ഇനി കപ്പലുകൾ പോകണമെന്നുണ്ടെങ്കിൽ ടോള് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. 90% യുറേനിയം ഞങ്ങൾ സമ്പുഷ്ടീകരിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ 34% അമേരിക്കയുടെ ആയുധ കപ്പാസിറ്റി ഇല്ലാണ്ടാക്കി. അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ മുഴുവൻ ബേസുകളും തകർത്തു. ഇങ്ങനെയുള്ള വിക്ടറി, അതായത് ഇങ്ങനെയുള്ള വിജയം യഥാർത്ഥത്തിൽ ഇപ്പൊ നിൽക്കുന്നത് ഇറാന്റെ കയ്യിലാണെന്നുള്ളതാണ്. കാണിക്കാൻ ഒരു വിക്ടറി, ഒരു പോയിന്റ് അമേരിക്കക്കില്ല. ഒന്നാമത് വാർ ഒബ്ജക്റ്റീവ് ഒന്നുമില്ലാണ്ട് അങ്ങോട്ട് കേറി ചെല്ലാണ് ചെയ്തേ. എങ്ങോട്ട്? ഇറാനിലോട്ട്. സദ്ദാം ഹുസൈനെയും അതേപോലെ തന്നെ മുഹമ്മദ് ഗദ്ദാഫിനെയൊക്കെ ഇല്ലാതാക്കിയ പോലെ ആ രാജ്യത്തെ കുട്ടിച്ചോറാക്കി ആകെ ഉഴുത് മറിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോരാം. എന്നിട്ട് ഇസ്രായേലിൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ അവിടുത്തെ സുപ്രീം ലീഡർ ആക്കി മാറ്റുകയും അവിടെ ഒരു ജനാധിപത്യം കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ട് ഇസ്രായേലിന്റെ കളിത്തൊട്ടിലായിട്ട് മാറ്റാം ഇറാനെ എന്നുള്ളൊരു വ്യാമോഹം കൊണ്ടാണ് ഈ പറഞ്ഞ താടും പാട്രിയോട്ടും F-15 F-35 ഒക്കെ ആയിട്ട് അങ്ങ് കയറി ചെന്നെ. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാ, ഒട്ടും ഇറാനെ വില കൽപ്പിക്കാണ്ട് ചെന്നു. അതേപോലെ തന്നെ അമേരിക്കയിലുള്ള പല ഇന്റലിജൻസ് മേധാവിമാരും പറഞ്ഞു ഈ കളി തീക്കളിയാണ്, ഇറാന് നേരെ ഇങ്ങനൊരു യുദ്ധത്തിലേക്ക് പോവരുത് എന്ന്. അതും കേട്ടില്ല, ചെന്ന് കേറി കൊടുത്തു. ഇറാൻ കേറി മാന്തി. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നാളെ ആക്രമിക്കും, മറ്റന്നാൾ ആക്രമിക്കും, രാവിലെ ആക്രമിക്കും. 8 മണി എന്ന് പറഞ്ഞ ഒരു സമയം ഉണ്ടെങ്കിൽ 8 മണിക്ക് ആക്രമണം തുടങ്ങിയിരിക്കും. ഇതൊക്കെ പറയുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം, ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാന്നും കൂടെ പറയുകയും ചെയ്യും. ഇതാണ് അവസ്ഥ. അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നതിന്റെ റീസൺ, അതായത് മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഇറാന് മേലെ നടത്തിയിട്ട് ഒരു വിക്ടറി കാണിച്ച് പുറത്തു വരാൻ വേറെ കുറെ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ട്രംപിന്റെ ജനപ്രീതി അമേരിക്കയിൽ അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ആ ജനങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളരെ തെറ്റായ ഒരു തീരുമാനമായിരുന്നു ഞങ്ങൾ എടുത്തത്. അത് മാത്രമല്ല, ഇങ്ങനെ ലുണാറ്റിക് ആയിട്ടുള്ള മണ്ടനായ ഒരു പ്രസിഡന്റിനെ ഞങ്ങൾ തെരഞ്ഞെടുത്തതിൽ ഖേദിക്കുന്നു എന്നുള്ള അവസ്ഥയിലോട്ട് ആര് മാറി? അമേരിക്കക്കാർ മാറി. അപ്പോ വെറുതെ അങ്ങ് മാറിയോ? ഇറാന് മേലെ അറ്റാക്ക് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് വെറുതെ മാറിയോ? ഇല്ല. കാരണം ഈ അറ്റാക്ക് ആക്ച്വലി അമേരിക്കയിലെ ഓരോ പൗരന്മാരുടെ മേലിലും
ആയിരക്കണക്കിന് ഡോളറിന്റെ കുടിശ്ശിക അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ആൾക്കാരുടെ മേലിലും ഇത്ര 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 ഡോളറിന്റെ എന്താ പറയാ അത്ര ചെലവാണ് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇറാന്റെ ഒരു 2 ലക്ഷം രൂപ വരുന്ന ഒരു ഡ്രോണിനെ അടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക യൂസ് ചെയ്യുന്ന 2 കോടിയുടെ മിസൈലാ. അവിടെയാണ് അതിന്റെ വ്യത്യാസം വരുന്നത്. അത് മാത്രമല്ല, ഇറാൻ ഈ വാറിനെ ഒരു എക്കണോമിക് വാറാക്കി മാറ്റിയപ്പോ മൾട്ടി ലെയർഡ് ആയിട്ടുള്ള അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വാറാക്കിയിട്ട് ഇറാൻ ഇതിനെ മാറ്റിയപ്പോ സംഭവിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും എണ്ണയുടെയും ഗ്യാസിന്റെയും വില കൂടിയ പോലെ തന്നെ അമേരിക്കയിലും എണ്ണയുടെയും ഗ്യാസിന്റെയും വില കൂടി. ഈവൻ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നില്ലെങ്കിൽ കൂടെ അമേരിക്കക്ക് ആവശ്യമായിട്ടുള്ള പെട്രോള് അമേരിക്കയുടെ മണ്ണിൽ കുഴിച്ചെടുക്കണം എന്നുള്ളത് ആലോചിക്കണം. എന്നിട്ടും ലോകത്തില് എണ്ണയുടെ വില കൂടിയപ്പോ ആ വില കൂടൽ എവിടെയും കൂടെ റിഫ്ലക്ട് ചെയ്തു, അമേരിക്കയുടെ മാർക്കറ്റിലൂടെ റിഫ്ലക്ട് ചെയ്തു. റിഫ്ലക്ട് ചെയ്തപ്പോ എന്താ സംഭവിച്ചേ? സാധനങ്ങൾക്ക് വില കൂടി. സാധനങ്ങൾക്ക് വില കൂടുമ്പോ അതിനോട് കണക്ട് ചെയ്ത് കിടക്കുന്ന ആ ചെയിനിലുള്ള എല്ലാ കണ്ണിയിലുള്ള സാധനങ്ങളുടെ വില അതുപോലെ കൂടും. ആളുകൾക്ക് ജീവിക്കാൻ നിലയില്ലാത്ത ഒരവസ്ഥയായി മാറി. ആളുകൾക്ക് ജീവിക്കാൻ കാശ് വേണം, പൈസ വേണം. അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഇത്ര പെർസെന്റേജ് മാത്രമേ അവർ ഈ പറയുന്ന ഡെയിലി ഈ പറയുന്ന ഫുഡ്, പച്ചക്കറി പോലുള്ള സാധനങ്ങൾക്ക് അവർ സ്പെൻഡ് ചെയ്യത്തുള്ളൂ. അവരുടെ ആ ഒരു ബജറ്റ് ഉണ്ട്. ആ ബജറ്റിന്റെ മുകളിലേക്ക് ആളുകളുടെ സ്പെൻഡ് പോവാണ്. എന്തുകൊണ്ടാ? ഇസ്രായേലിന്റെ മൂട് താങ്ങാൻ വേണ്ടിയിട്ട്, ഇസ്രായേലിനെ അവിടെ സ്വതന്ത്രമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് അമേരിക്ക ചെന്നിടപെട്ടു. അമേരിക്കയുടെ ജനങ്ങൾ ഇപ്പൊ ഇന്ന് അതിന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, മിഡിൽ ഈസ്റ്റിലെ ചൈനക്കെതിരെ ഒരു സുപ്രധാന നിലപാടെടുക്കേണ്ട മിഡിൽ ഈസ്റ്റിലേക്ക് ആ ഒരു ആ സഖ്യകക്ഷികൾക്കിടയിൽ വിള്ളല് വന്നു. UAE ഒപ്പക്കിന്ന് പുറത്തുപോയി. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ US താവളങ്ങളും നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അടുത്ത വാർ വരുമ്പോ ആ താവളങ്ങളിൽ നിന്നിട്ട് അമേരിക്കക്ക് ഇറാന് നേരെ അടിക്കാൻ പറ്റില്ല. കാരണം അത് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി. പിന്നെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാ? ഈ മറ്റേ കിങ് ഫഹദ് സുൽത്താൻ എയർപോർട്ട്, എന്താ അതിന്റെ കറക്റ്റ് പേര് എനിക്ക് കിട്ടുന്നില്ല, സൗദി അറേബ്യയിലെ. ഈ പ്രൊജക്ട് ഫ്രീഡത്തിന് വേണ്ടിയിട്ട്, പ്രൊജക്ട് ഫ്രീഡം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആ എയർബേസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇന്നേ വരെ സൗദി അറേബ്യ സമ്മതിച്ചിട്ടില്ല. മാത്രമല്ല, സൗദി അറേബ്യയുടെ സെക്യൂരിറ്റി ഇപ്പൊ യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ കയ്യിലാ. പാകിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്കയെ പിന്നീന്ന് കുത്തുകയും അതേപോലെ തന്നെ ചൈനക്ക് വേണ്ടിയിട്ടുള്ള കളിക്കളം റെഡിയാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു കളിക്കാരനാണ് പാകിസ്ഥാൻ. അപ്പോ സൗദി അറേബ്യ പാകിസ്ഥാൻ വഴി ചൈനയിലോട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അമേരിക്കയോടുള്ള വിശ്വാസ്യത അവിടെ കുറഞ്ഞു വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനത്തെ മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഏരിയയില് ട്രംപ് ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതേപോലെ തന്നെ ട്രംപിന്റെ മേലെ വരുന്ന പ്രഷറും ലോകരാജ്യങ്ങളില്, ഈ കാരണം കൊണ്ട് തന്നെ ഈ സാധനം നീട്ടിക്കൊണ്ട് പോവാൻ ട്രംപിനെ കൊണ്ട് പറ്റില്ല. എന്നാ കാതലായിട്ട് കാണിക്കാൻ പറ്റാത്ത ഒരു വിക്ടറി ഇല്ല എന്നുണ്ടെങ്കിൽ നാണം കെട്ട് പുറത്തു പോകേണ്ടി വരും ഇറാനിൽ നിന്നും. അത് ഓൾറെഡി ഇവരിങ്ങനെ പോയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിന്ന് പോയിട്ടുണ്ട്, അതേപോലെ തന്നെ വിയറ്റ്നാമിൽ നിന്ന് പോയിട്ടുണ്ട്, അതേപോലെ തന്നെ മറ്റേ ഇവിടുന്ന് ഇറാഖിൽ നിന്ന് പോയിട്ടുണ്ട്, സിറിയന്ന് പോയിട്ടുണ്ട്, ലിബിയയിൽ നിന്ന് പോയിട്ടുണ്ട്, ഇവിടുന്നൊക്കെ പോയിട്ടുണ്ട്. ഈ പോക്കെല്ലാം വിയറ്റ്നാമിൽ നിന്നോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പോയ പോലെയല്ല മറ്റു രാജ്യങ്ങളിൽ പോയത്. അത് വ്യത്യസ്തമാണ്. എന്നിരുന്നാൽ കൂടെയുള്ള സഖ്യകക്ഷികളൊക്കെ ഒറ്റ കൊടുത്തിട്ട് ഒരു ദിവസം വാർഫീൽഡിൽ അങ്ങ് ഇട്ട് ഒറ്റക്കാക്കിയിട്ട് പെട്ടിയും പ്രമാണം എടുത്ത് പോവാണ് ചെയ്ത ഇവര്. ഇതിന്റെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഈ കുർദുകൾക്ക് അമേരിക്കയോടുണ്ട്. കാരണം സദ്ദാം ഹുസൈനും ISIS-നും എതിരായിട്ടുള്ള പോരാട്ടത്തില് അന്ന് അമേരിക്കയെ സഹായിച്ചത്, അമേരിക്കക്ക് കൂടെ നിന്നത് കുർദുകളാ. എന്നിട്ട് എന്ത് ചെയ്തു ഇവരെ വാർഫീൽഡിൽ ഒറ്റക്കിട്ടിട്ട് പെട്ടെന്ന് ഒരു ദിവസം അമേരിക്കൻ സൈന്യം പിൻവാങ്ങിപ്പോയി. ഇവർക്ക് നിലനിൽപ്പില്ലാത്ത അവസ്ഥയായി മാറി. ഇതേ കുർദുകളെ തന്നെയാണ് ഇവർ ഇറാന് മേലെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ കൊടുത്തത്. ഈ എക്സ്പീരിയൻസ് ഉള്ള അവന്മാർ എന്ത് ചെയ്തു? ആ ആയുധങ്ങളൊക്കെ പൂത്തിവെച്ചു, മുക്കി ഇവരുടെ സ്വയം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. എന്നിട്ട് ഇപ്പൊ കുറച്ചെണ്ണം ഇറാനിലോട്ട് കടത്താൻ ശ്രമിച്ചപ്പോ IRGC അത് പോയി പൊക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ വാറിന്റെ
അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ വേറൊരെണ്ണം ഫുൾ റെഡിയാണ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ നെതന്യാഹു ആണ്. നെതന്യാഹു ഫുൾ മിസൈലും ബോംബും എല്ലാ സാധനവുമായിട്ട് കംപ്ലീറ്റ്ലി റെഡിയാണ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ അറ്റാക്കിന്റെ കാര്യത്തില് ഇപ്പൊ ട്രംപും നെതന്യാഹും രണ്ടും രണ്ട് തട്ടിലാണെന്നാ പറയുന്നേ. ട്രംപ് പറയുന്നത് ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാം, ചർച്ച വഴി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ളതാണ്. ഈ ചർച്ച വഴി കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരു കൂട്ടർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലേക്കുള്ള ധാരണയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അല്ലാതെ ചർച്ചയിലൂടെ അമേരിക്കൻ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നടക്കത്തില്ല. അതാണ് ഇറാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവര് ചർച്ചയ്ക്ക് വരുന്നത് യഥാർത്ഥത്തില് യുദ്ധത്തിൽ ഇവർക്ക് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ ചർച്ചയിലൂടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അത് മാത്രമല്ല, ഇത് ഇത്രയും കാലം മുന്നോട്ട് ഇതിങ്ങനെ ഒരു പരിഹാരം ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് അമേരിക്കയുടെ പിടിവാശിയാണെന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. അതായത് ഇറാന്റെ സോവറിനിറ്റീനെയോ ഇറാന്റെ അഖണ്ഡതയോ അംഗീകരിക്കാത്ത രീതിയിലാണ് ഈ ചർച്ചകളെല്ലാം വരുന്നേ എന്നുള്ളതാണ്. അപ്പോ അതുകൊണ്ടാണ് യഥാർത്ഥത്തില് ഈ ചർച്ച മാത്രം നടക്കുകയും ബാക്കി കാര്യങ്ങളൊന്നും നടക്കാണ്ട് പോകുന്നത്. അപ്പോ ട്രംപ് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് മാസീവ് ആയിട്ടുള്ള ഒരു ആക്രമണം ഇറാനിൽ നടത്തുകയും അതിനുശേഷം അവിടുന്ന് വിക്ടറി കാണിച്ച് പിൻവാങ്ങുക എന്നുള്ളതാണ്. എന്നാൽ ഇതിന് കിട്ടാൻ പോകുന്ന റിട്ടാലിയേഷനെ കുറിച്ച് ഇവർക്ക് ഒരു ധാരണ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിലും ഉറപ്പാണ്. കാരണം ഇറാനിലേക്ക് ഒരു മിസൈൽ വന്നാൽ മതി, ആയിരക്കണക്കിന് മിസൈലുകൾ അയച്ച് ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കാനുള്ള പ്ലാനിലാണ് യഥാർത്ഥത്തില് ഇറാൻ ഉള്ളത്. കാരണം ഒരു അടി കിട്ടിയാലാണ് തിരിച്ചടി എന്നുള്ള ലെവല് വെച്ചിട്ട് അത് ഇസ്രായേലിനെ തകർക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അതിന് മുന്നേ തന്നെ ട്രംപിനും നെതന്യാഹുവിന്റെ ഒക്കെ തലക്ക് യുവന്മാര് വിലയിടേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ തക്കം പാർത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇറാൻ. ഇറാന്റെ ആ ട്രാപ്പിലേക്ക് യഥാർത്ഥത്തിൽ അമേരിക്ക ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കാണുന്ന പോലെ ഒന്നും ആയിരിക്കത്തില്ല അതിന്റെ റിട്ടാലിയേഷൻ. മാസീവ് ആയിട്ടുള്ള റിട്ടാലിയേഷൻ ഉണ്ടാവും. ആ റീജിയൻ തന്നെ തകരുന്ന രീതിയിലേക്ക് ചിലപ്പോ പോവും. കാരണം ഡു ഓർ ഡൈ എന്ന സിറ്റുവേഷനിലാണ് ഇറാൻ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്.